കുട്ടനാടൻ മാർപ്പാപ്പ, ഗ്രാൻഡ് ഫാദർ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ നിന്നും പവിത്രം എന്ന പുതിയ സീരിയലിലേക്ക് കളം മാറിയ അല്ലെങ്കിൽ ആ വേഷം കൂടി അഭിനയിച്ചു തുടങ്ങിയ സുരഭിയാണ് ഇന്ന് IFFKയുടെ വേദിയിൽ നിന്നും എന്നോടൊപ്പം ചേരുന്നത്. മാഡം നമസ്തേ. ഈ IFFKയുടെ എക്സ്പീരിയൻസ് എന്ന് പറയാമോ? ഞാൻ ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രത്തുള്ള ഒരു നാട്ടുകാരിയായിട്ട് പോലും ആദ്യമായിട്ടാണ് IFFKയിൽ വരുന്നത്. വളരെ സന്തോഷം. ഇവിടെ വന്നപ്പോൾ തന്നെ ഇത്രയും സിനിമാക്കാരെയും ഇത്രയും സിനിമ സ്നേഹികളെയും കാണുന്നത് തന്നെ നമുക്കൊരു സന്തോഷമാണ്. സോ ഇവിടെ വന്ന് കുറേ പേര് പരിചയപ്പെടാൻ സാധിച്ചു, കുറച്ച് നല്ല സിനിമകൾ കാണാൻ സാധിച്ചു. അത് തീർച്ചയായിട്ടും ഒരു ആക്ടറായിട്ട് ഒരു വലിയൊരു ലേണിംഗ് തന്നെയാണ് നമുക്ക്. ഓക്കെ, സിനിമയിൽ നിന്ന് 2 സിനിമകളും വൻപൻ ഹിറ്റായിരുന്നു, കുട്ടനാടൻ മാർപ്പാപ്പ അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദറൊക്കെ. അപ്പോൾ അതിൽ നിന്ന് സീരിയലിലേക്ക് വരുന്നത് ആ ചുവടുമാറ്റം അതെങ്ങനെയായിരുന്നു? ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെയ്തതാണ്. ഈ കുട്ടനാടൻ മാർപ്പാപ്പയൊക്കെ എനിക്ക് ലൈക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന സിനിമാസാണ് ഇതൊക്കെ. അപ്പോൾ പവിത്രം ഏഷ്യാനെറ്റ് എന്നെ പവിത്രത്തിന് വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ സ്ഥലം മാറിയിരുന്നു, ബോംബെയിലോട്ട് പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. നാട്ടിൽ നിന്ന് ഇത്രയും ദൂരം അവിടെ നിൽക്കുക, അവിടുത്തെ ഒരു കൾച്ചർ, പിന്നെ സിനിമയായിട്ടും കുറച്ച് വിട്ട് നിൽക്കുകയായിരുന്നു ആ സമയത്ത്. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏഷ്യാനെറ്റിൽ നിന്ന് കോൾ വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. പിന്നെ എനിക്ക് സീരിയൽ എന്ന് വെച്ചാൽ നമുക്ക് മൈൻഡിലൊരു സീരിയലിനെ പറ്റി ഒരു ധാരണയുണ്ടല്ലോ. ഓക്കെ, സീരിയൽ ഇങ്ങനെയാണ്, എപ്പോഴും ഭയങ്കര ദുഃഖ കഥകളും ഭയങ്കര ഇതൊക്കെ ആയ ഒരു സിറ്റുവേഷനാണ്. പക്ഷെ അങ്ങനെയല്ല. ആക്ച്വലി ഈ സ്റ്റോറി വളരെ ഡിഫറെൻ്റാണ്. സോ ഞാൻ ആദ്യം എടുത്ത് ചോദിച്ചതും അതാണ്. നമ്മൾ ഇങ്ങനെ കുറേ പേര് പറയും സീരിയൽസ് ഭയങ്കരമായിട്ട് ഈ ദുഃഖവും അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള ബന്ധങ്ങളും ഭയങ്കര ടോക്സിക് രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. സോ ഞാൻ ചോദിച്ചു അവരോട്, ചേട്ടാ അങ്ങനത്തെ ഒരു സംഭവമാണോ, അങ്ങനത്തെ സ്റ്റോറിയാണോ? അപ്പോൾ അവർ എനിക്ക് സ്റ്റോറീൻ്റെ 1 ലൈൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി, വളരെ ഒരു യൂത്തിനും കൂടെ അപ്പീൽ ചെയ്യുന്ന ഒരു സ്റ്റോറി ആയിട്ട് തോന്നി. സോ അങ്ങനെയാണ് ഞാൻ പിന്നെ സീരിയലിലോട്ട് പവിത്രം എന്ന സീരിയൽ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത് നാളെ ടെലികാസ്റ്റ് ആവുകയാണ്. നാളെയാണ് ടെലികാസ്റ്റ് അതിൻ്റെ. സോ തീർച്ചയായിട്ടും പ്രേക്ഷകർ ഇഷ്ടപ്പെടും. കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ സാധാരണ നമ്മൾ കണ്ടുവരുന്ന സീരിയൽസിനെക്കാട്ടി കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കുമെന്നാണ് വിശ്വാസം. പുതിയ സിനിമ പ്രോജക്റ്റുകൾ എന്തെങ്കിലും പുതിയ? അതെ, ഞാൻ സൈമൾട്ടേനിയസ്ലി സിനിമയും ചെയ്യാൻ നോക്കുന്നുണ്ട്. സിനിമ എനിക്ക് എപ്പോഴും എൻ്റെ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ എന്നിലുള്ള ആക്ടറിനെ പുറത്തു കൊണ്ടുവന്നത് സിനിമയാണ്. സോ എനിക്ക് എപ്പോഴും സിനിമ ചെയ്യണം, സിനിമയിൽ നിന്ന് മാറി നിൽക്കല് എന്നുള്ള ഒരു ധാരണയുള്ള ആളാണ്. സോ എനിക്കിപ്പോൾ 2 പടം റിലീസാവാനുണ്ട്. ഒന്ന് ഇന്ദ്രജിത്ത് സുകുമാരൻ, ഇന്ദ്രേട്ടൻ്റെ കൂടെ അനുരാധ എന്ന് പറഞ്ഞിട്ട്, അല്ല അനു സിത്താരയൊക്കെ ഉണ്ട്. അതിൽ ഇന്ദ്രേട്ടൻ്റെ വൈഫായിട്ട് ഞാനൊരു ക്യാരക്ടർ പ്ലേ ചെയ്യുകയാണ്. പിന്നെ ആപ് കേസെ ഹോ ധ്യാൻ ശ്രീനിവാസൻ ചേട്ടൻ്റെ സ്ക്രിപ്റ്റിൽ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുകയാണ്. സോ ഈ 2 പടങ്ങളും റിലീസാവാനുണ്ട്. പിന്നെ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബാക്കി സ്റ്റോറീസ് കിട്ടുമ്പോൾ ചെയ്യണം എന്നാണ്. വളരെ ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്ത എല്ലാ സിനിമകളിലെല്ലാം നല്ല ശക്തമായ കഥാപാത്രങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ വരുന്ന പവിത്രം എന്ന സീരിയലിൽ പോലും വളരെ ശക്തമായ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന വേഷമാണ് ചെയ്യുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.